ഈ എഴുത്തുകാരൻ വളരെ ഈ ബഹളമുണ്ടാക്കാതെ വളരെ സൂക്ഷ്മമായ രചനാശില്പത്തിൽ കുറച്ച് വളരെ കാലമായി കഥ എഴുതി ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതെ മൗനമായ ഒരു അരികിൽ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഏറ്റവും സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് മാത്രം തികഞ്ഞെടുക്കുന്ന ആശയങ്ങൾ കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു വ്യത്യസ്ത ശൈലിയാണ് ശ്രീ അന്ത്രു ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ശ്രീ കെ.എം. അന്ത്രുവും അദ്ദേഹത്തിൻ്റെ കഥകളും ഒപ്പമാണ് ഒരു പരിചയമായി വന്നത്. ഇപ്പോൾ അധികമാർക്കും ഇല്ലാത്ത ഈ ഒരു പേര് എപ്പോഴും ഞാൻ കേട്ടിരുന്നു. വാഴക്കുല ചങ്ങമ്പുഴയുടേതല്ല, എൻ്റേതാണ്. ചരിക്ക് ചിരകാല സുഹൃത്തായ ശ്രീ അന്ത്രു പരിഗണന കിട്ടാത്ത പല വ്യക്തികളെയും അദ്ദേഹം എടുത്തുദ്ധരിച്ച് ഇവരെ അറിയിക്കുന്ന സ്ഥാനം ഇവർക്ക് നൽകുന്നുണ്ടോ? വസുന്ധരതൻ നടനവേദിക പലകകളും കോപിഷ്ടനാകില്ല ഗർഭസ്വാ. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നേരിട്ട് വന്നും നല്ല വാക്കുകൾ പറഞ്ഞു എന്നെ അനുഗ്രഹിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ആത്മാർത്ഥമായ കൃതജ്ഞതയാണ്. എൻ്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പരിധി പബ്ലിക്കേഷൻസിനോട് എനിക്കുള്ള അകലിതവുമായ നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കെ.എം. അന്ത്രു, വാഴക്കുല ചങ്ങമ്പുഴയുടേതല്ല എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ രചയിതാവ്. ഈ സമാഹാരത്തിൽ 12 കഥകളാണുള്ളത്. 12ാമത്തെ കഥയാണ് ഭാര്യ. ഭർത്താവിൻ്റെ അമിതമായ മദ്യപാനം മൂലം ഭർതൃഭക്തിയായ ഭാര്യയുടെ ലോകത്തിൻ്റെ സ്വാഭാവികമായ തകർച്ച അതിൻ്റെ ദുരന്തഭാവത്തോടെ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഉറക്കത്തിൽ നിന്നയാൾ ഞെട്ടി ഉണർന്നു. കണ്ണുകൾ തുറിച്ച് പകച്ചു നോക്കി. ഏതോ ഓടവക്കത്താണ് താൻ കിടക്കുന്നത്. അസഹ്യമായ ദുർഗന്ധം തൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് തുളച്ചു കയറുന്നു. താൻ എവിടെയാണ്? എങ്ങനെ ഇവിടെ വന്നുപെട്ടു? ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. അയാൾ മെല്ലെ എഴുന്നേറ്റ് നോക്കി. തല നേരെ നിൽക്കുന്നില്ല, കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല. പെട്ടെന്നയാൾ ഓർത്തു, താൻ മദ്യപിച്ചിരിക്കുന്നു, അമിതമായി മദ്യപിച്ചിരിക്കുന്നു. ഒരു കാർ ബ്രേക്കിടുന്ന ശബ്ദം കേട്ടാണ് ഉണർന്നത്. തുടർന്ന് ഡ്രൈവറുടെ തെറിവിളിയും. പക്ഷേ അയാൾക്കപ്പോൾ സന്തോഷമാണ് തോന്നിയത്. കാരണം മറ്റൊന്നുമല്ല, ആ ശബ്ദം പരിചിതമാണ്. അല്ല രമേശൻ സാറോ എന്ന് ചോദിച്ചുകൊണ്ട് ഡ്രൈവർ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അയാൾ സന്തോഷം കൊണ്ട് വിങ്ങിപ്പോയി. കാരണം തനിക്ക് തൻ്റെ പേര് തിരിച്ചു കിട്ടിയിരിക്കുന്നു. താൻ രമേശനാണ്.
തനിക്ക് വീടുണ്ട്, ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. എനിക്കെൻ്റെ വീട്ടിൽ പോകണം. കയറൂ. ഡ്രൈവർ കാറിൻ്റെ ഡോർ തുറന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു. മാത്രമല്ല താങ്ങിപ്പിടിച്ച് കയറ്റുകയും ചെയ്തു. നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങളോടെ രമേശൻ കാറിൻ്റെ പിൻസീറ്റിൽ ചാരിക്കിടന്നു. കാർ ഓടിത്തുടങ്ങി. ഡ്രൈവർക്ക് രമേശൻ്റെ വീടറിയാമായിരുന്നു. അതുകൊണ്ട് അയാളുടെ വീടിന് മുമ്പിൽ കൃത്യമായി ഡ്രൈവർ കാർ നിർത്തി. പക്ഷേ അപ്പോഴേക്കും രമേശൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. വീടിന് മുമ്പിൽ കത്തി നിൽക്കുന്ന ട്യൂബ് ലൈറ്റ്, അകത്തുനിന്നും അടുത്തു വരുന്ന കാലച്ച, വാതിൽ പെട്ടെന്ന് പകുതി തുറന്ന് പുറത്തേക്ക് എത്തി നോക്കുന്ന സ്ത്രീരൂപം. അത് രമേശന്റെ ഭാര്യയായിരുന്നു. എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം അറച്ചു നിന്ന ഡ്രൈവർ ആ സ്ത്രീയോട് നേർത്ത ശബ്ദത്തിൽ പറഞ്ഞു, രമേശൻ സാർ വണ്ടിയിലുണ്ട്. ഉത്കണ്ഠയോടെ പുറത്തേക്ക് ചാടിയിറങ്ങിയ ആ സ്ത്രീ ദ്രുതഗതിയിൽ കാറിൻ്റെ ഡോർ വലിച്ചു തുറന്നു. വെളിച്ചം കാറിനകത്തേക്ക് പാളി വീണു. ആ വെളിച്ചത്തിൽ അവൾ കണ്ടു, തൻ്റെ ഭർത്താവ് മദ്യപിച്ച് അബോധാവസ്ഥയിൽ കാറിനകത്ത് കിടക്കുന്നു. ഒരു നിമിഷം നോക്കി നിന്നിട്ട് പെട്ടെന്ന് അവർ അകത്തേക്ക് ഓടി കതകടച്ചു. അപ്പോൾ അവർ വിളിച്ചു പറയുന്നത് ഡ്രൈവർ കേട്ടു, അയാൾ എൻ്റെ ആരുമല്ല. ഡ്രൈവർ പകച്ചു നിന്നു. ശ്രീ കെ എം അന്തർ സാറിനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സംബോധന ചെയ്യുന്നു. ഞാനെഴുതിയ വാഴക്കുല ചങ്ങമ്പുഴയുടേതല്ല എന്ന ചെറുകഥാ സമാഹാരത്തിന് 2014-2015 ഗോവിന്ദ് രചനാ അവാർഡ് ലഭിക്കുകയുണ്ടായി. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സാഹിത്യത്തിൻ്റെ പുറമ്പോക്കിൽ കിടക്കുന്ന എന്നെപ്പോലുള്ളവരെ ഇവിടെ ക്ഷണിച്ചു വരുത്തി ആദരിച്ചതിൽ എനിക്ക് നവരസം സംഗീത സഭയോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത് ഒരു പട്ടയമായി ഞാൻ കരുതുന്നു. പട്ടയം ഉടമസ്ഥാവകാശത്തിൻ്റെ ആദ്യ രേഖയായതുകൊണ്ട് എനിക്ക് നവരസം സംഗീത സഭയോട് കൂടുതൽ കടപ്പാടുണ്ട്. ആധുനിക മലയാള ചെറുകഥ അഭിനവങ്ങളായ അനവധി പ്രവണതകൾ ഉൾക്കൊണ്ടുകൊണ്ട് അനുദിനം വളരുന്നു എന്ന ബോധ്യം എനിക്കുള്ളതുകൊണ്ട് എൻ്റെ പിൽക്കാലത്തുള്ള രചനകൾ അതനുസരിച്ചായിരിക്കുമെന്ന് കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ട് മിസ്റ്റർ ജയരാജനെ ഒരിക്കൽ കൂടി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.